അണ്ടർവല്യ വെക്കണ എക്സോസ്റ്റ് ഒക്കെ വെക്കണ അടിപൊളിയാവൂലേ? അമ്പാ റോഡ് പോനെ അത് പക്ഷെ നോക്കി കളറ് പിന്നെ ആ സീറ്റൊക്കെ ഉണ്ട്. ബ്ലാക്ക് തന്നെ വല്ല പെട്ട കളർ ഉണ്ടാവില്ലേ? പെയിന്റ് തന്നെ ചിലപ്പോ തിളങ്ങണം. നീ അന്ന് കാണിച്ചെന്നില്ലേ? ഫ്രണ്ട്സ് അപ്പൊ ചാവി നമ്മുടെ കിട്ട് എന്നിട്ട് പരിപാടി അപ്പൊ വണ്ടി വിട്ടിരിക്കുന്നുണ്ട്. വേണ്ട ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി വിട്ടിരിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെയാവും എത്ര രൂപ പൊട്ടുമെന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. എന്നിട്ടാണ് അവൻ്റെ അടുത്ത് പറയാൻ. എൻ്റെ ഇവിടേക്ക് കണ്ടില്ലേ കിറ്റൊക്കെ കണ്ടില്ലേ ഫുള്ള് കൂട്ടിയിട്ട് കേട്ടാ. പിന്നെ പെട്രോൾ ഉണ്ട്. ഓടി എത്താണോ തേങ്ങ എനിക്കറിയില്ല. ജസ്റ്റ് നമുക്ക് നോക്കി നോക്കാം. ഓണായിട്ടുണ്ട്. നേരത്തെ രാവിലെ എടുക്കുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര പ്രശ്നം ഉണ്ടായിരുന്നു. കണ്ടില്ലേ ഒരു കട്ടിയുള്ളൂ. അതിന് അവിടെ ഓടി എത്തുമെന്ന് എനിക്കറിയില്ല. ഓ സ്റ്റാർട്ടായി. വലിയ പടയൊന്നും പഠിക്കണ്ട. ഒരു 30-40 രൂപ മതി. വണ്ടി പക്ഷേ ബാക്ക് വണ്ടി ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ റീലിട്ടുണ്ടായിരുന്നു. വണ്ടി എന്ത് രസമാണെന്ന് അറിയോ ആ വീഡിയോയിൽ കാണാൻ. ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, വെറുതെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഒരുപാട് കംപ്ലൈൻറ്റ് ഉണ്ട് വണ്ടിക്ക്. മീറ്റർ വർക്കിംഗ് അല്ല, എൻജിൻ ലൈറ്റ് കത്തിയെടുക്കുന്നുണ്ട്. ഇപ്പോൾ കത്തിയെടുക്കണില്ല. അത് ആ മീറ്ററിൻ്റെ കംപ്ലൈൻറ്റ് ആയതുകൊണ്ടാണ് ചിലപ്പോൾ കത്തി കിടക്കണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അത് കത്തിയെടുക്കണില്ല. മൊത്തത്തിൽ ഇതാണ്. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ B4 B3 ഒക്കെ പണിയുന്നൊരു മോഡിഫിക്കേഷനും വണ്ടിക്ക് പണിയണൊരു നമ്മുടെ കൂട്ടുകാരുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തേക്കാണ് നമ്മൾ പോണത്. നമ്മുടെ കൂടെ എന്താ പറയുക ഇൻഡോനേഷ്യ വൈസറൊക്കെ നമ്മുടെ V4 വണ്ടിയുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ V4 വണ്ടിയുടെ ഇൻഡോനേഷ്യ വൈസറൊക്കെ വെക്കണമെന്ന് അവനാണ്. അപ്പോൾ അവൻ്റെ അടുത്ത് പോയിട്ട് ചോദിച്ചോക്കാം എത്ര രൂപയാവും എന്നൊക്കെ ചോദിച്ചോക്കാം. അവനെ ഏകദേശം അറിയാൻ പറ്റും വണ്ടിയുടെ വണ്ടി കാണുമ്പോൾ തന്നെ. അപ്പോൾ നമുക്ക് പോവാം. ഇത്രയും കംപ്ലൈൻറ്റുള്ള വണ്ടിയാണെങ്കിലും കൂടി നമ്മളെ ഓടിക്കണം പറ്റുണ്ടല്ലോ. കൊടുക്കുന്നുള്ള മൈൻഡ് തോന്നിപ്പിക്കൂട്ടാ. കാരണം ഈ റൈഡിങ് പോസ്റ്ററും ഈ വണ്ടിയുടെ ഒരു അഗ്രസീവ് കണ്ടിട്ട് അത് ഇപ്പോഴും അങ്ങനെ തോന്നണം നമുക്ക്. അമ്പാ റോഡ് പോനെ കോർണറൊക്കെ ഇങ്ങനെ കിട്ടി കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ കോൺസെപ്റ്റ് കൊണ്ട് കിടത്തി കൊടുത്താൽ നമ്മളവിടെ കിടക്കും. സൈഡ് കയറി അപ്പോൾ ഓക്കെ അവിടെ തിരി വേണം. വർക്ക്ഷോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ എന്തൊക്കെയാവുന്ന വരുന്നൊക്കെ ചോദിച്ചോ കേട്ടോ. ഇപ്പം എന്താ എൻജിൻ വാങ്ങി ലൈറ്റ് ഒന്നും തിരക്കണില്ല. എന്തായാലും മാറിയുണ്ട്. പെട്രോൾ കുടിക്കൊണ്ട് ഈ വണ്ടിക്കൊന്ന് ശരിയാക്കി എടുക്കുക. എത്ര രൂപ ഏകദേശം മൊത്തത്തിലാകെ പ്രശ്നമേ ഉണ്ടാ. എന്റെ വീട്ടിലെ വണ്ടി ഇപ്പോ അവൻ ഇവിടെ ഇല്ല. എറണാകുളത്താ വണ്ടി. വീട്ടിൽ നാശം കൊണ്ട് വെച്ചിട്ട് ഞാൻ എടുത്തോളാം. തുരുമ്പ് കളൊക്കെ ഉണ്ട്, കൊറേ പണിയുണ്ട്. പെയിന്റിങ് കളൊക്കെ ഉണ്ട്. കിറ്റൊക്കെ ഇതിനൊക്കെ പാർട്സൊക്കെ കിട്ടുമ്പോ പാർട്സൊക്കെ അണ്ടർവല്യ വെക്കണേ. ഏതാ R1 കിറ്റില്ലേ? കിറ്റില്ലേ?
ഇന്തോനേഷ്യ വൈസറൊന്നും ഇതിന് വെച്ച് ലുക്ക് ഉണ്ടാവില്ല അല്ലേ? ആ അണ്ടർവെല്ലിക്ക് ഇതിൻ്റെ V1-ൻ്റെ V3-യുടെ ഒക്കെ അല്ലേ? ഓക്കെ. എക്സോസ്റ്റ് ഒക്കെ വെക്കാൻ അടിപൊളിയാവൂലേ? ആ എക്സോസ്റ്റ് ഒക്കെ വെച്ചാ പൊട്ടി തെറിക്കും. ഇപ്പോഴും നല്ല പവർ ഉണ്ട് കേട്ടോ. അത് പക്ഷെ നോക്കി ഓടിക്കുമ്പോൾ അറിയുള്ളൂ. പിന്നെ ക്യാമറയിലൊക്കെ നമ്മൾ വീഡിയോ കാണുമ്പോൾ അറിയാം ഇത് ബെൻഡ് കോൺസെപ്റ്റ് പോയിട്ടുണ്ട്. പിന്നെ എൻജിൻ മാണിലേക്ക് കയറ്റിയിരിക്കുന്നുണ്ട്. മീറ്റർ കേബിൾ പോയണ്ടാവൂലേ? മീറ്റർ ഇത് വർക്കിംഗ് അല്ല. കിറ്റൊക്കെ മണ്ടേ വരും കുറെ. ഇതിന്റെ ഹാൻഡിലൊക്കെ മാറ്റാൻ പറ്റില്ലല്ലേ? കുറച്ചുകൂടി സ്പോർട്ടിയാവാൻ മറ്റേ ചിലവരിപ്പോ എന്താ പറയാ RS കൊണ്ടുവരുന്ന CBR-ന്റെ ഹാൻഡിലൊക്കെ വയ്ക്കുന്നുണ്ട്. ആ അപ്പൊ അത് മറ്റേ 2 പീസ് ഹാൻഡിലല്ല. അതാകുമ്പോ ഒന്നും കൂടി ഇങ്ങനെ സ്പോർട്ടി ആയിട്ടിരിക്കാൻ വേണ്ടിട്ടേ. അതാ RS കൊണ്ടുവരേണ്ട വെച്ചാൽ അത്ര സ്പോർട്ടി അല്ലല്ലോ, ഒരു ടൂറിങ് പോലത്തെ സെറ്റപ്പാ. CBR-ന്റെ ഒന്നും ഇത്രയും ഒന്നും കൂടി ആവും. ഇത് ഹെഡ് ലോവർ ചെയ്യാനൊക്കെ വരില്ലേ? ലോവർ ചെയ്ത നൈസായി ചെയ്യണത് ഒരു യൂസ് തന്നെയാകുമ്പോ പറഞ്ഞിട്ടുള്ള അത് ചെയ്യൂബാ. TRM-ന്റെ ട്രാക്ക് ടയറൊക്കെ ബാക്കിൽ കിടക്കണത്. ഇത് വീട്ടിൽ ഇത് ചളിയിട്ട് എടുത്തിട്ട് കറങ്ങി എടുത്തിട്ട് കണ്ടത്തോടെ കറുപ്പ് പട്ടി കറുപ്പ് വണ്ടി നല്ല മാച്ച്. അല്ലടാ എത്രയാവും ഫണ്ട്? അതെ ഇതിന്റെ പണി മതി. നമ്മള് മോഡിഫിക്കേഷൻ അങ്ങനത്തെ പണി നമ്മള് പെയിന്റ് അടിക്കാനൊക്കെ എത്രയാവും? പെയിന്റ് അടിക്കാൻ നിന്റെ മറ്റേ പെയിന്റ് ഇടാൻ്റെ അടുത്ത് പറഞ്ഞ അവൻ അറിഞ്ഞാലാണ് ഇതൊക്കെ ചെയ്യാൻ പറ്റില്ലേ? ഓരോന്നോരോന്ന് ചെയ്യാൻ പറ്റുള്ളൂ. കളറ് പിന്നെ ആസിയിലൊക്കെ ഉണ്ട്. ബ്ലാക്കിൽ തന്നെ വല്ല പെട്ട കളർ ഉണ്ടാവില്ലേ? പെയിന്റ് തന്നെ ചിലപ്പോൾ തിളങ്ങണം. നീ അന്ന് കാണിച്ചില്ലേ ബ്ലാക്ക് പെയിന്റ് തന്നെ വെയിലത്തേക്കുമ്പോ മാറണം സാധനമൊക്കെ. മൊത്തത്തിൽ പണി കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ. അപ്പം അതിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്പ്ലെൻഡറൊക്കെ ഡസ്റ്റിന് വന്നിട്ടുണ്ട്. ഗോൾഡൻ എഞ്ചിൻ അടിച്ചിട്ടുണ്ട്. ഗോൾഡൻ എഞ്ചിൻ ഉണ്ടില്ലേ? സ്പ്ലെൻഡർ നോക്കി നൈസ് പെയിന്റിങ് ഫുള്ള്. എന്തൊരു സാധനം, എന്തൊരു രസം പെയിന്റ് അടിച്ച് കാണാൻ. ഇതൊക്കെ കാണുമ്പോൾ നമ്മളാണ് പെയിന്റ് അടിക്കുന്നത് കൊതിയാവുക. സ്പ്ലെൻഡറേ മഴക്കാലം കണ്ടടിച്ചൊരു കാര്യമുള്ളൂട്ടാ. പിന്നെ ഒരു BS3 ഊക്കിരിക്കുന്നുണ്ട് ഇവിടെ. മീറ്ററൊക്കെ പോയി, ഷെല്ലൊക്കെ പോയി, തേങ്ങ വെള്ളം കയറിയിട്ട് കിൽ സ്വിച്ച് ഓഫ് ആക്കിക്കാം. അങ്ങനെ അപ്പൊ നമുക്ക് പോയാലോ? എന്തായാലും കുറച്ച് ഫണ്ടാവും വണ്ടിക്ക്. ഈശ്വര ഈ പെയിന്റിങ് ഒക്കെ അടിപൊളിയായിണ്ടല്ലോ അല്ലേ? പെയിന്റിങ് ഒക്കെ ആരാ അന്ന് പറഞ്ഞതല്ലേ? എന്നിറങ്ങുക? ഇറങ്ങിയ എവിടെ? വണ്ടി കാണാൻ പോവായോ? കേറ്, വണ്ടി കണ്ടുതരാം. വണ്ടി കണ്ടുതരാം. അതെ അപ്പൊ പിന്നെ ഒരു കാണാം. ഞായറാഴ്ച വിളിക്ക്. കിട്ടിട്ടില്ലേ? ഓക്കെ പോട്ടെ. അപ്പോൾ അത്യാവശ്യം ഫണ്ട് സെറ്റാക്കിയിട്ട് വേണം വണ്ടിയിൽ തൊടാൻ. ഇതിനൊക്കെ മറ്റേ ഇവനാണെങ്കിൽ മറ്റേ വണ്ടി മറ്റേ കളറൊക്കെ നല്ല സാധനമില്ലേ? വെയിലത്തൊക്കെ എടുത്ത് നല്ല സാധനം. അതൊക്കെ അടിച്ച വണ്ടി സീനോട്ടോ, അതിന് കത്ത് സാധനം. പിന്നെ വണ്ടിയുടെ സ്പെയറിനൊക്കെ നല്ല റേറ്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്പെയർ കിട്ടാനൊക്കെ ഇല്ല, അതൊക്കെയാണ് ബുദ്ധിമുട്ടുള്ളൂ. പക്ഷെ വണ്ടി മൊത്തത്തിൽ പണി കഴിഞ്ഞാണല്ലോ സീന കൂട്ടാം. ഓക്കെ അപ്പം എന്താണ് നിങ്ങൾ വെയിറ്റ് ചെയ്യും. നമ്മുടെ കയ്യിലൊരു V2, V4, യമഹ ക്രക്സ്, സ്പ്ലെൻഡർ അതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. ഓക്കെ ഇവിടെ അടയ്ക്കാം.
വേണ്ട വലിയ പടപടക്കണില്ലേ, പെട്രോളില്ലേ, ഞാൻ തന്നെ പൈസ എടുത്ത് അടിക്കണേ. ഈ വണ്ടിയുടെ മുതലാളി പൈസ ഒന്നും തരില്ല, തരപ്പൻ. ഓക്കെ ബൈ.